ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നമ്മളെ തന്നെ സ്വയം ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമമാ. അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ കൂടെ ഒരു ചെറിയ സഹായം എന്ന രീതിയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. അച്ഛനെ വഴക്കൊക്കെ മാറി തിരിച്ചു വന്നു കഴിയുമ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ ഈ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും. പഴയ പോലെ നിങ്ങൾ അമ്മയും അച്ഛനും മോളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കും. സത്യം എന്തൊന്നും മിണ്ടാതെ കിടക്കുന്നത്? ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് തന്നെ ആലോചിക്കാം അമ്മേ. അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഇവിടെ കിടത്തായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ നടുക്കായി ഞാൻ കിടക്കുന്നത് എൻ്റെ ഒരു സ്വപ്നാ. അതൊക്കെ നമുക്ക് ഉടനെ സാധിക്കാം. എന്നാ പിന്നെ നമുക്ക് ഉറങ്ങിയാലോ? രണ്ടുപേരും കണ്ണടച്ച് കിടന്നോ. അമ്മ ഒരു പാട്ട് പാടൂ, എന്നാ ഞങ്ങക്ക് വേഗം ഉറക്കം വരും. അല്ലേ പപ്പി? പാട് ചേച്ചി അമ്മേ. അമ്മ രണ്ടുപേർക്ക് ഉറങ്ങാൻ വേണ്ടി മാത്രം ഒരു മൂളിപ്പാട്ട് പാടാം. വിഷ്ണുട്ടാ, നമ്മുടെ രണ്ടു മക്കളും എൻ്റെ അപ്പുറം ഇപ്പുറം ഉറങ്ങുന്നത്. ഒരാള് നമ്മളെ രണ്ടുപേരെയും കിട്ടി ആശ്വാസത്തിൽ ഉറങ്ങുമ്പോൾ മറ്റൊരാള് എപ്പോഴും ഒരു കൈപ്പാടകലെയാ. അടുത്തുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് അകലെ. ഇനി നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു കുടുംബം ഉണ്ടാവണം. അവരെ സ്നേഹിച്ച് വളർത്താൻ വേണ്ടി ഒരു സ്നേഹ വീട്. അതിൽ ഞാനും എൻ്റെ വിഷ്ണുവേട്ടനും പിന്നെ നമ്മുടെ മക്കളും മാത്രം. ഇപ്പൊ ഇങ്ങനെ ഇവരെ ചേർത്ത് കിടക്കുമ്പോ ആഗ്രഹിച്ചു പോവുക വിഷ്ണുവേട്ടന്റെ സാമീപ്യം. എന്നെ പോലെ സത്യം അത് ആഗ്രഹിക്കുന്നു. അച്ഛന്റെ നെഞ്ചിലെ ചൂടേറ്റ് അവൾക്ക് ഉറങ്ങണമെന്ന് എന്നോട് പറയുകൂടി ചെയ്തു. ചെറുബാല്യത്തിലെ ആഗ്രഹം അവര് വലുതായി കഴിഞ്ഞ് സാധിച്ചു കൊടുക്കാനാവില്ലല്ലോ. അവരുടെ ഈ കൊച്ചു ആഗ്രഹങ്ങള് നമ്മളല്ലാതെ മറ്റാരാ വിഷ്ണുവേട്ടൻ സാധിച്ചു കൊടുക്കുക? ദിവസങ്ങൾ കഴിയും തോറും അവരിലെ സംശയങ്ങളും വർദ്ധിക്കും. പിന്നീട് ഒരു കാലത്ത് അവർക്ക് മുന്നിൽ ഉത്തരവില്ലാതെ തലയും കുമ്പിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി പറയുക, എങ്ങനെയെങ്കിലും നമ്മുടേതായ ഒരു ലോകം നമുക്ക് കെട്ടിപ്പൊക്കണം. ഒരു കൊച്ചു സ്വർഗം. ആ കൊച്ചു സ്വർഗത്തിലെ കാവൽക്കാരായിരിക്കണം നമ്മളെ രണ്ടുപേരും. മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും എല്ലാം ആ സ്വർഗത്തിലെ അന്തേവാസികളും. ആഗ്രഹം ഒരല്പം കൂടിപ്പോയോ എന്നൊരു സംശയം. എങ്കിലും കുഴപ്പമില്ല, ആഗ്രഹമല്ലേ, അത് ഏതറ്റം വരെയും പോവാലോ. കേട്ടിട്ടില്ലേ, ഒരു കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നിക്കുരുവോളം എങ്കിലും കിട്ടുമെന്ന്. ഞാൻ ആഗ്രഹിച്ചോളാം, മനസ്സ് നിറയുന്നത് വരെ ആഗ്രഹിച്ചോളാം. അതിനെന്നെ ആർക്കും വിലക്കാൻ പറ്റില്ലല്ലോ. ഇറങ്ങും മോളെ.
വെയിറ്റ് ചെയ്യണേ. ആ. വാ. സർ, ഗുളിക. അച്ഛാ ആഹാ. വരൂ ശാരദാമേ, വാ അകത്തേക്ക് വാ. ആ. എന്തിനാ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? അല്ല ശാരദാമേ, അകത്തേക്ക് കയറി വാ. വാ. നിങ്ങൾക്കൊക്കെ എപ്പോ വേണേലും കയറി വരാന്ന് വീടല്ലേ ഇത്? മോളെന്തിനാ അങ്ങനെ മടിച്ചു നിന്നത്? അതല്ലേ കൂടെ വന്ന അമ്മ അങ്ങനെ നിന്നത്? അല്ല, ഇത് നിന്റെയും കൂടെ വീടാ. അതല്ലെന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാനും ആവില്ല. ഭാമേ, ഭാമേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആ പൊന്നി, ആ. ശാരദമ്മയ്ക്ക് ചായ എടുക്ക്. ആ ചെല്ല്. അയ്യോ, ചായ ഒന്നും വേണ്ട രാഘവേട്ടാ. പിന്നെ ഇവളുടെ കാര്യം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാൻ നടക്കും. ഒടുവിൽ പഴി കേൾക്കുന്നതും പരക്കം പായുന്നതും വീട്ടിലുള്ളവരാ. എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശാരദാമ്മ അറിഞ്ഞു കാണുമല്ലോ. കുറച്ചൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോ വന്നതും. രാഘവേട്ട ചോദിക്കുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുതേ. ഇനിയിപ്പം ഇത്രയും വലിയൊരു കടം ഇതെങ്ങനെ കൊടുത്തു തീർക്കും? വഴികളൊക്കെ പലതും ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് പ്രാവർത്തികമാവുന്നില്ല എന്ന് മാത്രം. പിന്നെ 1-2 രൂപയൊന്നും അല്ലല്ലോ ശാരദാമ്മേ ആവശ്യമായിട്ട് വന്നിരിക്കുന്നേ. കൂട്ടിയ കൂടുന്നല്ലാന്നും അറിയാം. എങ്കിലും അങ്ങ് ശ്രമിക്കുക. അത് വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മളെ തന്നെ സ്വയം ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമമാ. അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ കൂടെ ഒരു ചെറിയ സഹായം എന്ന രീതിയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ട്. കാശായിട്ട് തരാൻ സാധിക്കാത്തത് കൊണ്ടാ ഇപ്പം ഈ രീതിയിലൊരു സഹായം